നമസ്കാരം. നമ്മൾ ഇന്ന് നോക്കുന്നത് കമ്പ്യൂട്ടറുകൾക്ക് നമ്മൾ കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ, അതായത് കമാൻഡ്സ്, എങ്ങനെയാണ് അവ ശരിക്കും മനസ്സിലാക്കി പ്രവർത്തിക്കുന്നത് എന്നാണ്. അതെ. ഈ അസംബ്ലി ഭാഷയിലുള്ള കമാൻഡുകൾ അത് കമ്പ്യൂട്ടറിന്റെ ഭാഷയായ ബൈനറിയിലേക്ക്, അതായത് 0ഉം 1ഉം മാത്രമുള്ള ആ ലോകത്തേക്ക് മാറുന്നതും ഒരു നിർദ്ദേശത്തിന്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ട് എന്നതും നമുക്കൊന്ന് ലളിതമായിട്ട് നോക്കിയാലോ? തീർച്ചയായും. നമ്മൾ പ്രോഗ്രാം എഴുതുമ്പോൾ അത് അസംബ്ലിയിലോ അല്ലെങ്കിൽ C++ പോലെയുള്ള ഭാഷകളിലോ ആവാം. പക്ഷേ കമ്പ്യൂട്ടറിന്റെ പ്രോസസ്സറിന് അവസാനം മനസ്സിലാവുന്നത് അത് ബൈനറി സിഗ്നലുകൾ മാത്രമാണ്. 0ഉം 1ഉം മാത്രം. അതെ, 0ഉം 1ഉം. അതുകൊണ്ട് ഓരോ നിർദ്ദേശവും ഈ രൂപത്തിലേക്ക് മാറ്റിയെടുക്കണം. അപ്പോ ഒരു സാധാരണ നിർദ്ദേശം നമ്മൾ എടുത്താല് അതിന് പ്രധാനമായിട്ടും ഒരു ഓപ്പ് കോഡ് ഉണ്ടാവും. ഓപ്പ് കോഡ്. ഓപ്പ് കോഡ്. ഇത് എന്താണ് ചെയ്യേണ്ടത്, എന്ത് ഓപ്പറേഷനാണ് നടത്തേണ്ടത് എന്ന് പറയും. കൂട്ടുക, കുറയ്ക്കുക, ഡേറ്റ മാറ്റുക, അങ്ങനെ. ശരി. പിന്നെ വരുന്നത് ഓപ്പറാൻഡാണ്. ഓപ്പറാൻഡ്. അതായത് ഈ പറയുന്ന ഓപ്പറേഷൻ ഏത് ഡേറ്റയുടെ മുകളിലാണ് ചെയ്യേണ്ടത് എന്ന്. ആ ഡേറ്റയാണ് ഓപ്പറാൻഡ്. ഓക്കെ. അപ്പോ ആ ഡേറ്റ എവിടെയാണ് ഇരിക്കുന്നതെന്നും അറിയണ്ടേ? അതിനല്ലേ അഡ്രസ്സ്? അതെ, കറക്റ്റ്. നിർദ്ദേശത്തിൽ ആ ഡേറ്റ എവിടെയാണ് ഇരിക്കുന്നതെന്ന് പറയാൻ ഒരു അഡ്രസ് ഭാഗമുണ്ടാകാം. ഇതിനെ നമ്മൾ എഫക്റ്റീവ് അഡ്രസ് എന്നൊക്കെ പറയും. എഫക്റ്റീവ് അഡ്രസ്. ഈ അഡ്രസ് എങ്ങനെയാണ് കൃത്യമായി കണ്ടെത്തേണ്ടത്? അതായത് ചിലപ്പോൾ ഡേറ്റ നേരിട്ട് ആ അഡ്രസ്സിലുണ്ടാവാം, അല്ലെങ്കിൽ ആ അഡ്രസ്സിൽ വേറൊരു അഡ്രസ് ഉണ്ടാവാം. ഇതൊക്കെ തീരുമാനിക്കുന്നത് നിർദ്ദേശത്തിലുള്ള മോഡ് എന്ന് പറയുന്നൊരു ഭാഗമാണ്. മോഡ്. ഓക്കെ. അത്രയും വ്യത്യസ്ത ഓപ്പറേഷനുകൾ ചെയ്യാൻ പറ്റും. മനസ്സിലായി. ഈ ഓപ്പറാൻഡ് എന്ന് പറഞ്ഞ ഡാറ്റ തന്നെ പലതരത്തിലുണ്ടെന്ന് കണ്ടു. ഉണ്ട്. പ്രധാനമായിട്ടും ഒന്ന് ലോജിക്കൽ ഡേറ്റ. ശരിയാണോ തെറ്റാണോ, ട്രൂ ഓർ ഫോൾസ്. ബൂളിയൻ ഡേറ്റ പോലെ. അതെ. പിന്നെ ഇൻറ്റീജർ ഡേറ്റ, നമ്മുടെ പൂർണ്ണസംഖ്യകൾ. ഇതിൽ തന്നെ പോയിന്റ് ഇല്ലാത്തതും ഫിക്സ്ഡ് പോയിന്റ്, ദശാംശ സ്ഥാനങ്ങളുള്ളതും ഫ്ലോട്ടിംഗ് പോയിന്റും വരാം. പിന്നെ മൂന്നാമതായിട്ട് ക്യാരക്ടർ ഡേറ്റ, നമ്മുടെ അക്ഷരങ്ങൾ, ചിഹ്നങ്ങളൊക്കെ. കമ്പ്യൂട്ടർ ഇതിനെ ആസ്കി അല്ലെങ്കിൽ യൂണിക്കോഡ് പോലുള്ള കോഡുകൾ വെച്ചാണ് സൂക്ഷിക്കുന്നത്. ശരി. അപ്പോ ഈ ഡേറ്റ വെച്ച് എന്തൊക്കെ തരം ജോലികളാണ് ഈ നിർദ്ദേശങ്ങൾ പ്രധാനമായും ചെയ്യുന്നത്? അടിസ്ഥാനപരമായിട്ട് ഒരു 3 തരം പണികളാണ്. നിങ്ങളുടെ കുറിപ്പുകളിൽ അത് പറയുന്നുണ്ട്. ഉണ്ട്. ഒന്ന് ഡേറ്റ കൈമാറ്റം, പേര് പോലെ തന്നെ. ഡേറ്റ ട്രാൻസ്ഫർ. മെമ്മറിയിൽ നിന്ന് പ്രോസസ്സറിന്റെ ഉള്ളിലുള്ള രജിസ്റ്ററുകളിലേക്ക്. വേഗത കൂടിയ സ്ഥലങ്ങളിലേക്ക്. അതെ. അല്ലെങ്കിൽ തിരിച്ച് മെമ്മറിയിലേക്ക്, അല്ലെങ്കിൽ രജിസ്റ്ററുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും. ലോഡ്, സ്റ്റോർ, മൂവ് ഒക്കെ ഇതിന്റെ ഉദാഹരണങ്ങളാണ്. ഓക്കെ. രണ്ടാമത്തത് ഡേറ്റ കൈകാര്യം ചെയ്യൽ, ഡേറ്റ മാനിപ്പുലേഷൻ. ഇവിടെയാണ് കണക്കുകൂട്ടലുകൾ വരുന്നതല്ലേ? അതെ, ഇവിടെയാണ് ശരിക്കുള്ള പണി നടക്കുന്നത്. ഗണിതക്രിയകൾ, കൂട്ടുക, കുറയ്ക്കുക, ഗുണിക്കുക, ഹരിക്കുക. പിന്നെ ലോജിക്കൽ ഓപ്പറേഷനുകൾ, ആൻഡ്, ഓർ, നോട്ട് പോലെയുള്ളവ. ബിറ്റുകൾ വെച്ചുള്ള കളികൾ. പിന്നെ ഷിഫ്റ്റ് നിർദ്ദേശങ്ങൾ, ഡേറ്റയിലെ ബിറ്റുകളെ ഇടത്തോട്ടോ വലത്തോട്ടോ നീക്കാൻ. റൈറ്റ്. മൂന്നാമത്തത് പ്രോഗ്രാം നിയന്ത്രണം, പ്രോഗ്രാം കൺട്രോൾ. ഇതെന്തിയാണ്? സാധാരണഗതിയിൽ കമ്പ്യൂട്ടർ നിർദ്ദേശങ്ങൾ ഒന്നാമത്തത് കഴിഞ്ഞാൽ രണ്ടാമത്തത്, പിന്നെ മൂന്നാമത്തത് എന്ന ക്രമത്തിലാണല്ലോ പ്രവർത്തിക്കുക. അതെ. ക്രമം തെറ്റിക്കാൻ അല്ലെങ്കിൽ ആ ഒഴുക്ക് മാറ്റാൻ വേണ്ടിയാണ് ഈ നിർദ്ദേശങ്ങൾ. ഉദാഹരണത്തിന് ബ്രാഞ്ച് അല്ലെങ്കിൽ ജംപ്. ഇത് പ്രോഗ്രാമിന്റെ ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് ചാടാൻ പറയും. ഓക്കെ. പിന്നെ കോൾ, റിട്ടേൺ. കോൾ ഒരു സബ്റൂട്ടിനെ വിളിക്കാനാണ്. സബ്റൂട്ടീൻ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ പ്രോഗ്രാം കഷ്ണം പോലെ, ഒരു ഫംഗ്ഷൻ പോലെ. അതെ, ഒരു ഫംഗ്ഷൻ പോലെ. റിട്ടേൺ ആ സബ്റൂട്ടീൻ കഴിഞ്ഞാൽ തിരിച്ച് പഴയയിടത്തേക്ക് വരാനും. ഒരു കാര്യം ഓർക്കണം, കോൾ ചെയ്യുമ്പോൾ തിരിച്ച് എങ്ങോട്ട് വരണം എന്നുള്ള അഡ്രസ്, അതായത് റിട്ടേൺ അഡ്രസ്, അത് മെമ്മറിയിൽ ഒരിടത്ത് സൂക്ഷിച്ചു വെക്കും. സാധാരണയായി സ്റ്റാക്ക് എന്ന് പറയുന്ന ഒരു ഭാഗത്താണ് ഇത് വെക്കുക. സ്റ്റാക്ക്, പുഷ് പോപ്പ് ഓപ്പറേഷൻസ് ഒക്കെ വരുന്ന സ്ഥലം. അതെ. പാത്രങ്ങൾ അടുക്കി വെക്കുന്ന പോലെ. മുകളിൽ വെക്കുന്നു പുഷ്, മുകളിൽ നിന്ന് എടുക്കുന്നു പോപ്പ്. വളരെ വ്യക്തമായി. ഇനി ഈ അഡ്രസ്സുകളുടെ എണ്ണം, അതും ഒരു പ്രധാന വിഷയമാണെന്ന് തോന്നുന്നു. 0, 1, 2, 3 അഡ്രസ് ഇൻസ്ട്രക്ഷൻസ്, അതെങ്ങനെയാണ് വ്യത്യാസമുണ്ടാക്കുന്നത്? നല്ല ചോദ്യമാണ്. ഇത് ഇൻസ്ട്രക്ഷൻ സെറ്റ് ഡിസൈനിലെ ഒരു പ്രധാന കാര്യമാണ്. 0 അഡ്രസ്.
ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ സ്റ്റാക്കിനെയാണ് പൂർണ്ണമായി ആശ്രയിക്കുന്നത്. ഓപ്പറാൻഡുകൾ സ്റ്റാക്കിന്റെ മുകളിൽ നിന്നെടുക്കും, ഫലം സ്റ്റാക്കിലേക്ക് തന്നെ വെക്കും. അതുകൊണ്ട് നിർദ്ദേശത്തിൽ പ്രത്യേകിച്ച് അഡ്രസ് ഉണ്ടാവില്ല, പുഷ് പോപ്പ് നിർദ്ദേശങ്ങൾ ഒഴികെ. അഡ്രസ് ഇല്ലാത്ത നിർദ്ദേശം. അതെ, വൺ അഡ്രസ്. ഇവിടെ ഒരു അഡ്രസ് ഉണ്ടാകും. രണ്ടാമത്തെ ഓപ്പറാൻഡ് എപ്പോഴും അക്യുമുലേറ്റർ AC എന്നൊരു പ്രത്യേക രജിസ്റ്റർ ആയിരിക്കും. ഫലവും സാധാരണ ACയിൽ വരും. ഒരു സ്ഥിരം പങ്കാളി. അങ്ങനെ പറയാം. 2 അഡ്രസ്. പേര് പോലെ തന്നെ 2 അഡ്രസ്സുകൾ. ഇത് രണ്ടും രജിസ്റ്ററുകളാകാം, അല്ലെങ്കിൽ ഒന്ന് രജിസ്റ്ററും മറ്റത് മെമ്മറിയുമാകാം, അല്ലെങ്കിൽ രണ്ടും മെമ്മറിയാകാം. 3 അഡ്രസ്. ഇവിടെ 3 അഡ്രസ്സുകൾ, 2 ഓപ്പറാൻഡുകൾക്കും ഫലം എവിടെ വെക്കണം എന്നതിനും. അപ്പോ കൂടുതൽ അഡ്രസ്സുകളുണ്ടെങ്കിൽ ഒരു കണക്കുകൂട്ടൽ, ഇപ്പൊ നിങ്ങളുടെ നോട്ട്സിലുള്ള ഉദാഹരണം A=W+X(y+Z) പോലെ ഒരെണ്ണം കുറച്ച് നിർദ്ദേശങ്ങൾ കൊണ്ട് ചെയ്യാൻ പറ്റുമായിരിക്കും. ശരിയാണ്, കുറച്ച് നിർദ്ദേശങ്ങൾ മതിയാവും. പക്ഷേ ഓരോ നിർദ്ദേശത്തിന്റെയും വലിപ്പം കൂടും. കാരണം കൂടുതൽ അഡ്രസ്സുകൾ സൂക്ഷിക്കാൻ കൂടുതൽ സ്ഥലം, അതായത് കൂടുതൽ ബിറ്റുകൾ വേണം. അതൊരു ട്രേഡ് ഓഫ് ആണ്. അതെ, തീർച്ചയായും. അപ്പോ ഈ ഒരു സങ്കീർണത കുറയ്ക്കാൻ വേണ്ടി വന്ന RISC, അതായത് റെഡ്യൂസ്ഡ് ഇൻസ്ട്രക്ഷൻ സെറ്റ് കമ്പ്യൂട്ടേഴ്സ്, അതെങ്ങനെയാണ് ഇതിൽ നിന്ന് വ്യത്യസ്തമാകുന്നത്? പേര് കേൾക്കുമ്പോൾ ഇൻസ്ട്രക്ഷൻ സെറ്റ് കുറവാണെന്ന് തോന്നുമല്ലോ. അതെ, ആ റിസ്കിന്റെ ആശയം അത് ശരിക്കും രസകരമാണ്. അവര് പറയുന്നത് ഒരുപാട് സങ്കീർണമായ നിർദ്ദേശങ്ങൾ വേണ്ട, പകരം വളരെ ലളിതമായ എന്നാൽ അതിവേഗത്തിൽ പ്രവർത്തിപ്പിക്കാൻ പറ്റുന്ന കുറച്ചു നിർദ്ദേശങ്ങൾ മതിയെന്നാണ്. ഓക്കെ. പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം, റിസ്കില് മിക്കവാറും എല്ലാ കണക്കുകൂട്ടലുകളും പ്രോസസറിനുള്ളിലെ രജിസ്റ്ററുകൾക്കിടയിൽ മാത്രമായിരിക്കും നടക്കുക. മെമ്മറിയിലേക്ക് അധികം പോകില്ല. മെമ്മറിയുമായിട്ട് കാര്യമായി ബന്ധപ്പെടുന്നത് ലോഡ്, സ്റ്റോർ എന്നീ 2 തരം നിർദ്ദേശങ്ങൾ മാത്രമായിരിക്കും. ഡേറ്റ രജിസ്റ്ററിലേക്ക് കൊണ്ടുവരാൻ ലോഡ്, തിരിച്ചു മെമ്മറിയിലേക്ക് കൊണ്ടുപോവാൻ സ്റ്റോർ. അതെന്താ അങ്ങനെ? കുറച്ച് സമയം മതി. മെമ്മറി പുറത്താണ്, അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഡേറ്റ കൊണ്ടുപോവാൻ കൂടുതൽ സമയമെടുക്കും. ശരിയാണ്. അതുകൊണ്ട് റിസ്ക് നിർദ്ദേശങ്ങൾ മിക്കതും ഒരൊറ്റ ക്ലോക്ക് സൈക്കിളിൽ തീർക്കാൻ പറ്റും. ഇത് മൊത്തത്തിലുള്ള പ്രോസസ്സിംഗ് വേഗത കൂട്ടുന്നു. കൂടുതൽ നിർദ്ദേശങ്ങൾ വേണ്ടി വന്നാൽ പോലും ഓരോന്നും വേഗത്തിൽ തീരുന്നതുകൊണ്ടു ലാഭമാണ്. വളരെ നന്നായി വിശദീകരിച്ചു. അപ്പോ ഒരു കമ്പ്യൂട്ടർ നിർദ്ദേശം എങ്ങനെയിരിക്കുന്നു? അതിലെ ഓപ്കോഡ്, ഓപ്പറാൻഡ്, ഡേറ്റയുടെ തരങ്ങൾ, പിന്നെ ഡേറ്റ കൈമാറ്റം ചെയ്യാനും കണക്കുകൂട്ടാനും പ്രോഗ്രാമിന്റെ ഒഴുക്ക് നിയന്ത്രിക്കാനുമുള്ള നിർദ്ദേശങ്ങൾ, വിവിധ അഡ്രസ്സിംഗ് രീതികൾ, അവസാനം RISC എന്ന ആശയം വരെ നമ്മൾ സംസാരിച്ചു. ഓരോ ഡിസൈനും അതിൻ്റെതായ കാരണങ്ങളും ഗുണദോഷങ്ങളും ഉണ്ടെന്ന് വ്യക്തമായി. തീർച്ചയായും. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, അല്ലെങ്കിൽ തുടർന്ന് ആലോചിക്കാവുന്ന ഒരു കാര്യം കൂടിയുണ്ട്. എന്താണത്? ഈ അടിസ്ഥാന ആശയങ്ങൾ ഓപ്കോഡ്, ഓപ്പറാൻഡ്, അഡ്രസ്സിംഗ്, ഡേറ്റ ട്രാൻസ്ഫർ, കൺട്രോൾ ഫ്ലോ, ഇതൊക്കെ പതിറ്റാണ്ടുകൾക്ക് മുൻപ് രൂപപ്പെട്ടതാണ്. അതെ. പക്ഷേ ഇന്നത്തെ ഏറ്റവും പുതിയ അതിവേഗതയുള്ള പ്രോസസ്സറുകൾ പോലും ഈ അടിസ്ഥാന തത്വങ്ങളിലാണ് ഇപ്പോഴും പ്രവർത്തിക്കുന്നത്, അല്ലേ? ഇനിയിപ്പോ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് പോലുള്ള പുതിയ സാങ്കേതിക വിദ്യകൾ വരുമ്പോ കമ്പ്യൂട്ടറിനോട് നമ്മൾ സംസാരിക്കുന്ന ഈ രീതിക്ക്, ഈ നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന രീതിക്ക് എന്ത് മാറ്റങ്ങളാവാം വരാൻ പോകുന്നത്? അതൊരു ചിന്തിക്കേണ്ട വിഷയമാണ്. ശരിയാണ്. അതൊരു നല്ല പോയിന്റാണ്. ഇന്നത്തെ ഈ ചർച്ചയ്ക്ക് വളരെ നന്ദി. സന്തോഷം.